ഹലോ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സ്ട്രീമുകളിൽ ബിടെക് ഡിഗ്രി പൂർത്തിയാക്കിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ വലിയൊരു അവസരം ഒരുക്കുകയാണ് കേരള PSC. അപ്പോൾ ഇന്ന് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലെ ലെക്ചർ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഡേറ്റ് നെക്സ്റ്റ് മന്ത് 29th ആണ്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം. കാറ്റഗറി നമ്പർ 720/2024 ആണ്. അപ്പോൾ സ്കെയിൽ ഓഫ് പേ മെൻഷൻ ചെയ്തേക്കുന്ന ACT സ്കെയിൽ ഓഫ് പേ ആണ്. ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടൊരു പോസ്റ്റാണിത്. ഇനിയും നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു വേക്കൻസി നമുക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. ഇനി ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ 20 മുതൽ 39 വരെ ഉണ്ട്. ഇപ്പോഴെന്തായാലും കുറേ പേര് നമ്മൾ ലാസ്റ്റ് മന്ത് തന്നെ ഈ കോഴ്സ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നൊരു എൻക്വയറി, സാർ ഏജ് ലിമിറ്റ് എത്രയായിരിക്കും, 36 ആയിരിക്കുമോ 37 ആയിരിക്കും എന്നൊക്കെയായിരുന്നു. എന്തായാലും ഏജ് ലിമിറ്റ് 20 മുതൽ 39 വരുമ്പോൾ കുറേ അധികം ആളുകൾക്കും കൂടെ ഈ എക്സാം അപ്പിയർ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനിയും നമ്മൾ ലാസ്റ്റ് തവണ ഈ എക്സാം നടത്തിയപ്പോഴുള്ള അതിൻ്റെ അഡ്വൈസ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം. ലാസ്റ്റ് തവണ ഈ എക്സാം നോട്ടിഫൈ ചെയ്തിരുന്നത് 2019 ഇതിൻ്റെ എക്സാം നടത്തി ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് 2022 കട്ട് ഓഫ് മാർക്ക് ആ എക്സാമിൽ ലഭിച്ച ആളുകളുടെ കട്ട് ഓഫ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്തപ്പോഴുള്ള കട്ട് ഓഫ് മാർക്ക് 46.67. മാക്സിമം മാർക്ക് ലഭിച്ച ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 67.33 ഫ്രം ടെസ്റ്റ്. ഇനിയും ടോട്ടൽ അഡ്വൈസ് ഇതുവരെ 95 ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് 129 പേരെയാണ്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതല്ലേ, ജോബ് പ്രൊഫൈൽ കൊണ്ടും സാലറി സ്കെയിൽ കൊണ്ടും വളരെ ഒരു അട്രാക്റ്റീവ് ആയിട്ടൊരു പോസ്റ്റാണിത്. ഇപ്പോഴത്തെ PSCയുടെ റീസെൻറ്റ് ട്രെൻഡ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ ആണ് പുതിയൊരു റാങ്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. കാരണം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോൾ തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്ത് എക്സാം നടത്തി വളരെ സ്പീഡായിട്ട് ആളുകൾക്ക് അഡ്വൈസ് ലഭിക്കുന്ന ഫോർമാറ്റിലാണ് ഇപ്പോൾ PSC വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഈ എക്സാം പോസ്റ്റിന് ബേസ് ചെയ്ത് പഠിക്കുന്ന ആളുകളോട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ ഒരു 2 മാസം മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ഫ്രീ വെബിനാർ ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാമിന് എങ്ങനെയാണ് തയ്യാറെടുക്കേണ്ടത്, സിലബസിലെ സബ്ജക്ട്സ് ഒക്കെ ഏതൊരു ഓർഡറിലാണ് പഠിക്കേണ്ടത്, സബ്ജക്ട്സ് ഒക്കെ ഏത് ഡെപ്തിൽ വരെ പോകണം, PSCയുടെ പുതിയ ചോദ്യ പാറ്റേൺ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വെബിനാർ മിസ്സായവർക്ക് നമ്മൾ വീണ്ടും ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുകയാണ്. നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ട് ആയിരിക്കും ആ വെബിനാർ നടത്തുന്നത്. ഇപ്പോഴും വെബിനാറിൽ നമ്മൾ സിലബസിലെ സബ്ജക്ട്സ് എങ്ങനെയാണ് കവർ ചെയ്യേണ്ടത്, സോ നിങ്ങൾ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് ആണ് റെഫർ ചെയ്യേണ്ടത്, PSCയുടെ പാറ്റേൺ എന്താണ്, പുതിയ പാറ്റേൺ. കാരണം കുറേ അധികം എക്സാംസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് സ്ട്രീമുകളിൽ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അസിസ്റ്റൻറ്റ് പ്രൊഫസർ. ഇപ്പോൾ ആ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് എക്സാമിന് വരുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് അവസ്ഥ എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ, ഇപ്പോൾ നിങ്ങൾക്കൊരു ലോങ് കരിയർ ഗ്യാപ്പ് വന്ന ആൾക്കാരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഡിഗ്രി പൂർത്തിയാക്കി അവരാകാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ജോലിയോടൊപ്പം ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കണം എന്നൊരാഗ്രഹിക്കുന്നവരാകാം. എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് നല്ലൊരു ഹാർഡ് വർക്കും എഫോർട്ടും ഇടാവുന്നുണ്ട്. ഈ എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഒരു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു സിലബസിനെ സമീപിച്ച് ആ സിലബസ് നമ്മൾ എത്രയും വേഗം പഠിച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ്, അതും പല ലെവൽസിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു ഈസി മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഫസ്റ്റ് സ്റ്റേജ് റിവിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. അതിനുശേഷം ഒരു PSCയുടെ പുതിയ ഒരു പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസും കുറച്ച് ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് പരിശീലിച്ച് നിങ്ങൾ എഫോർട്ട് എടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു നല്ല പ്രൊഫൈലുള്ള ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഇപ്പോൾ ഏണസ് അക്കാഡമി എന്തായാലും ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രഷ് ബാച്ച് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ആ ഫ്രഷ് ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോടെ, കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇലക്ട്രോണിക് സ്ട്രീമുകളിൽ, മെക്കാനിക്കൽ സ്ട്രീമുകളിൽ, ഇലക്ട്രിക്കൽ സ്ട്രീമുകളിൽ, സിവിൽ സ്ട്രീമുകളിൽ നമ്മൾ കോഴ്സുകൾ നടത്തി വരികയാണ്. ഇപ്പോൾ അതിൽ ഓവർസിയർ ഉണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ട്, പോളിടെക്നിക് ലെക്ചർ ഉണ്ട്. ഇപ്പോൾ കേരള PSC കഴിഞ്ഞ 2024 പബ്ലിഷ് ചെയ്ത കുറേ അധികം റാങ്ക് ലിസ്റ്റുകൾ, അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, പോളിടെക്നിക് ലെക്ചർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, പബ്ലിഷ് ചെയ്ത ഒട്ടുമിക്ക ലിസ്റ്റുകളിലും ടോപ്പ് റാങ്കുകൾ നേടിയ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ലിസ്റ്റിലും ഫസ്റ്റ് റാങ്ക് നേടിയ സ്റ്റുഡൻസിൻ്റെ ഫോട്ടോസാണ്. ഒപ്പം ആ റാങ്കുകളുടെ ഒരു നല്ല ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ ആയിരുന്നു. ഇത് നമ്മളെ കൊണ്ട് സാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വിശ്വസിച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ വരുന്ന സ്റ്റുഡൻസിൻ്റെ, പിന്നെ നമ്മുടെ ഇവർക്ക് വേണ്ടി സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടും നൽകി വരുന്ന മെൻറ്റേഴ്സ്, പിന്നെ ഇവർക്ക് നല്ല കണ്ടന്റുകളൊക്കെ, ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും ഒക്കെ എടുത്തു കൊടുക്കുന്നത് നമ്മുടെ ഫാക്കൽറ്റീസിൻ്റെ ഒരു കൂട്ടായിട്ടുള്ളൊരു ശ്രമമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എക്സാം വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർക്ക് ഏണസ്റ്റ് അക്കാഡമി എന്തായാലും നല്ലൊരു
പ്ലേസ് ആയിരിക്കും. വളരെ അനുഭവസമ്പത്തായിട്ടുള്ള ഫാക്കൽറ്റീസാണ് നമുക്കുള്ളത്. അപ്പോൾ അവരുടെ ഗൈഡൻസിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താനും നിങ്ങളുടെ സ്വപ്ന ജോലി നിങ്ങൾക്ക് നേടാനുള്ളൊരു അവസരം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ഈ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സ് ലഭിക്കാനും വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കാനും നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പ്രിപ്പറേഷൻസ് ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്.